നൂറ്റാണ്ടുകളായി ഈ ഭൂമിയിൽ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വന്ന നരകയാതനകൾക്ക് കയ്യും കണക്കുമില്ല. എല്ലാ യുദ്ധങ്ങളുടെയും എല്ലാ ദേഷ്യങ്ങളുടെയും എല്ലാ കാമാസക്തികളുടെയും ഇരകൾ സ്ത്രീകളായിരുന്നു. ഗർഭസ്ഥ ശിശുവെന്നോ വൃദ്ധയായ സ്ത്രീയെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ എല്ലാ കാലത്തും പെൺജന്മങ്ങൾ കൊടും ക്രൂരതകൾക്കും നരബലികൾക്കും ഇരകളായിരുന്നു. പെണ്ണെന്നറിഞ്ഞാൽ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ആ ജീവനെ കൊന്നുതള്ളുന്നവർ ഇന്നുമുണ്ട്. ജനിച്ചാൽ ലൈംഗിക പീഡനവും ഗാർഹിക പീഡനവും കൊലപാതകവും എല്ലാമായി പെൺജന്മം അനുഭവിക്കാത്ത നരകയാതനകളില്ല. എന്നാൽ ഇനി നാം ചർച്ച ചെയ്യുന്നത് പെൺജന്മം അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ച നരകയാതനകളുടെ കഥയല്ല, മറിച്ച് സ്ത്രീകളോട് ഈ ലോകം ചെയ്തതിനൊക്കെയും കാലം കണക്ക് ചോദിക്കാൻ ഒരുങ്ങുന്നതിന്റെ വിശേഷങ്ങളാണ്. അതെ, ഈ ലോകം പുരുഷവർഗത്തോട് കണക്ക് ചോദിക്കാൻ പോവുകയാണ്. ലോകത്ത് ഭാവിയിൽ പുരുഷന്മാർ ജനിക്കില്ല. വെറുതെ പറയുന്നതല്ലിത് എന്ന് ബാക്കി കാര്യങ്ങൾ കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പുരുഷലിംഗം നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ വൈ ക്രോമസോം ക്രമേണ ചുരുങ്ങുകയും ഒടുവിൽ അപ്രത്യക്ഷമാകുകയും ചെയ്യുമെന്ന് അടുത്തിടെ നടത്തിയ ഒരു പഠനത്തിലാണ് വ്യക്തമായത്. ഇങ്ങനെ സംഭവിച്ചാൽ പെൺകുഞ്ഞുങ്ങൾ മാത്രം ജനിക്കുന്ന ഒരു ലോകത്തിന് ഇത് കാരണമാകും. പഠനം എന്താണ് വെളിപ്പെടുത്തിയതെന്നും ഇത് പുരുഷവംശത്തിന് എങ്ങനെയാണ് ഭീഷണിയാകുക എന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. പുരുഷലിംഗം നിർണ്ണയിക്കുന്നതിൽ വളരെ നിർണായകമായ ഒന്നാണ് വൈ ക്രോമസോം. ഇത് കാലക്രമേണ ചുരുങ്ങി ഒടുവിൽ അപ്രത്യക്ഷമാകാൻ സാധ്യതയുണ്ടെന്നാണ് ഒരു സംഘം ഗവേഷകർ നടത്തിയ പഠനത്തിൽ പറയുന്നത്. അതായത് ഭാവിയിൽ ഈ ഭൂമിയിൽ ആൺകുട്ടികൾ ജനിക്കില്ല എന്നർത്ഥം. ഒരു പ്രസവം നടന്നാൽ അത് പെൺകുഞ്ഞിന്റെ ജനനമായിരിക്കും. എന്താണ് വൈ ക്രോമസോം എന്ന സംശയം നിങ്ങളിൽ ഉയരുന്നുണ്ടോ? അത് ശുദ്ധ സയൻസ് ആണ്. അല്പം ബോറടിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യം. മനുഷ്യരിൽ 2 ലൈംഗിക ക്രോമസോമുകളിൽ ഒന്നാണ് വൈ ക്രോമസോം, മറ്റൊന്ന് എക്സ് ക്രോമസോമാണ്. മനുഷ്യർക്കും മറ്റ് മിക്ക സസ്തനികൾക്കും ഈ 2 ലൈംഗിക ക്രോമസോമുകളുമുണ്ട്. അവ സംയോജിപ്പിച്ച് ഒരു വ്യക്തിയുടെ ലിംഗഭേദം നിർണ്ണയിക്കുന്നു. സ്ത്രീകൾക്ക് അവരുടെ കോശങ്ങളിൽ 2 എക്സ് ക്രോമസോമുകളാണുള്ളത്. പുരുഷന്മാർക്കാകട്ടെ ഒരു എക്സും ഒരു വൈയും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ പേരുകൾക്ക് അവയുടെ ആകൃതിയുമായി യാതൊരു ബന്ധവുമില്ല. എക്സ് ക്രോമസോമിൽ സെക്സുമായി ബന്ധമില്ലാത്ത എല്ലാത്തരം ജോലികളും ചെയ്യുന്ന ഏകദേശം 900 ജീനുകൾ അടങ്ങിയിരിക്കുന്നു. എന്നാൽ 55ഓളം ജീനുകൾ അടങ്ങിയിരിക്കുന്ന വൈ ക്രോമസോമാണ് ഭ്രൂണത്തിൽ പുരുഷ സ്വഭാവ സവിശേഷതകളുടെ വികാസത്തിന് കാരണമാകുന്ന എല്ലാ പ്രധാന SRY ജീനുകളും വഹിക്കുന്നത്. ഈ അവസ്ഥയിൽ പുരുഷ ക്രോമസോമായ വൈ ഇല്ലാതായാൽ അതിനർത്ഥം പുരുഷൻ ഇല്ലാതായി എന്നാണെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇനി എങ്ങനെയാണ് ഗവേഷകർ ഈ പഠനം നടത്തിയതെന്നും ഇത്തരം ഒരു നിഗമനത്തിൽ എത്തിയതെന്നും അറിയണ്ടേ? ഓസ്ട്രേലിയയിലെ പ്ലാറ്റിപ്പസിനെ ഉദാഹരണമാക്കിയാണ് ഇക്കാര്യം ഗവേഷകർ വിശദീകരിച്ചത്. പ്ലാറ്റിപ്പസിൽ XY ജോഡി എന്നത് 2 തുല്യ അംഗങ്ങളുള്ള സാധാരണ ക്രോമസോം മാത്രമാണ്. മനുഷ്യരും പ്ലാറ്റിപ്പസും വെവ്വേറെ തലങ്ങളിൽ വികസിച്ചുകൊണ്ടിരുന്ന 166 ദശലക്ഷം വർഷത്തിനിടെ വൈ ക്രോമസോമിൽ 900 മുതൽ 55 വരെ സജീവ ജീനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് 10 ലക്ഷം വർഷത്തിനിടെ 5 ജീനുകളുടെ നഷ്ടം സംഭവിക്കുന്നു. ഈ പ്രവണത തുടർന്നാൽ അടുത്ത 11 ദശലക്ഷം വർഷത്തിനുള്ളിൽ വൈ ക്രോമസോം പൂർണ്ണമായും അപ്രത്യക്ഷമാകും. ഇങ്ങനെ സംഭവിച്ചാൽ പുരുഷന്മാരില്ലാത്ത മനുഷ്യരാശി അന്യം നിന്നു പോകില്ലേ എന്ന സംശയം നിങ്ങളിൽ ഉയരുന്നുണ്ടാകാം. എന്നാൽ അങ്ങനെ സംഭവിക്കില്ല എന്നാണ് ഗവേഷകർ പറയുന്നത്. പുരുഷന്മാർ ഉണ്ടാകും, എന്നാൽ ഇന്നത്തെ പുരുഷത്വം അവർക്കുണ്ടാകില്ല എന്ന് മാത്രം. നാഷണൽ അക്കാദമി ഓഫ് സയൻസിന്റെ പ്രൊസീഡിംഗ്സിൽ പ്രസിദ്ധീകരിച്ച ഒരു ഗവേഷണ പ്രബന്ധത്തിൽ സ്പൈനി എലി എങ്ങനെയാണ് ഒരു പുതിയ പുരുഷനെ നിർണ്ണയിക്കുന്ന ജീൻ വികസിപ്പിച്ചെടുത്തതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. കിഴക്കൻ യൂറോപ്പിലെ മോൾവോളുകൾക്കും ജപ്പാനിലെ സ്പൈനി എലികൾക്കും അവരുടെ വൈ ക്രോമസോമും SRY ജീനും നഷ്ടപ്പെട്ടെങ്കിലും അതിജീവിക്കുന്നത് തുടരുന്നതായി പഠനം കാണിക്കുന്നു. ജപ്പാനിലെ ഹൊക്കൈഡോ സർവകലാശാലയിലെ അസെറ്റോ കുറേവയുടെ നേതൃത്വത്തിലുള്ള ഗവേഷകർ സ്പൈനി എലികളിലെ മിക്ക വൈ ക്രോമസോം ജീനുകളും മറ്റ് ക്രോമസോമുകളിലേക്ക് മാറിയതായി കണ്ടെത്തി. വൈ ക്രോമസോം അപ്രത്യക്ഷമാകുമ്പോൾ ലിംഗഭേദം നിർണ്ണയിക്കുന്നതിനുള്ള ഒരു പുതിയ സംവിധാനം രൂപപ്പെടുമെന്നാണ് ഈ കണ്ടെത്തൽ സൂചിപ്പിക്കുന്നത്.